ഹായ് ഫ്രണ്ട്സ്, ഇത് സൺഡേയിലെ ഒരു കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിന് ഞാൻ മുട്ട റോസ്റ്റ് നിറച്ച പുട്ടാണ് ചെയ്തത്. അപ്പം അതിന് പുട്ടുപൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിന് മസാല ഉണ്ടാക്കി മസാലയുടെ മുകളിലോട്ട് മുട്ട പുഴുങ്ങിയത് ഇങ്ങനെ കമത്തി വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ ഗ്രേവി ഇട്ടിട്ട് പുട്ടുപൊടി കൊണ്ട് നല്ലോണം അങ്ങ് നിറയ്ക്കും. എൻ്റെ കയ്യിലാണെങ്കിൽ ചിരട്ടപ്പുട്ടിൻ്റെ അതുള്ളത് അച്ചു ബാംഗ്ലൂർ കൊണ്ടുപോയതുകൊണ്ട് ഞാൻ പിന്നെ ചിരട്ടയാണ് യൂസ് ചെയ്തത് കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റുള്ള പുട്ടാണ്. ഇതുപോലെ നിറയ്ക്കുക, നല്ലതായിട്ട് ടൈറ്റായിട്ട് പൊടി നിറയ്ക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനൊരു പ്ലേറ്റോട്ട് ഇത് നല്ലോണം കമത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. പിന്നെ ഞാനത് ഇഡ്ഡലി കുക്കർ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പിന്നെ അച്ഛന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ മാംഗോയുടെ ജ്യൂസ് എടുത്ത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. മാംഗോ ജ്യൂസ് ഞാൻ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൾപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ അതിലോട്ട് പിന്നെ ആദ്യം ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച്, കാരണം ഷുഗറെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതായതുകൊണ്ട് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുമേ. അങ്ങനെ നമ്മുടെ സൺഡേയിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ്. പിന്നെ കൊച്ചുമോന് ഇതൊന്നും വേണ്ട, പാൻ കേക്ക് മതിയെന്ന് പറഞ്ഞു. പാൻ കേക്കും ചോക്ലേറ്റ് സോസും കൂടെ റെഡിയാക്കി. പിന്നെ അവനത് പാൻ കേക്ക് കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ അന്നേരത്തിന് ഉച്ചക്കലത്തേക്കുള്ളത് ഒരു വെജിറ്റേറിയൻ ഇത് സ്പെഷ്യൽ ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് വെണ്ടയ്ക്ക തോരനുണ്ടാക്കി. പിന്നെ ബീട്രൂട്ട് തേങ്ങ അരയ്ക്കാത്ത പച്ചടി ഉണ്ടാക്കി. ഇതൊക്കെ കുഞ്ഞുങ്ങളെ ഒന്ന് കഴിപ്പിക്കാമെന്ന് വെച്ചാണ്. പിന്നെ ഞാൻ പൈനാപ്പിൾ മോരാണ്, അത് ഇവർക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ. ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാമേ. പിന്നെ ഞാൻ കുറച്ച് ബീഫ് കറി ഉണ്ടാക്കിയേ. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഈവനിങ് പ്രെയർ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പർ ഓടുവാണ് പ്രെയറിന് ഇരിക്കാൻ. ഞങ്ങളെല്ലാം പ്രെയറിന് ഇരിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ എന്തോ ഉണ്ടാക്കാൻ പോകുന്നത്? ചിക്കൻ ബൺ ഉണ്ടാക്കാം. നമുക്ക് ചിക്കൻ ബൺ ഉണ്ടാക്കാം. കൊച്ചുമോൻ എന്നെ കൊണ്ട് പിസ്സയും ഉണ്ടാക്കിപ്പിച്ചു. അവന് അത് വേണമെന്ന് നിർബന്ധം പിടിച്ച് അതും ഉണ്ടാക്കി. അപ്പം അതിന് ചിക്കൻ ബൺ റെഡി ആവുകയാണ്. അങ്ങനെ ചിക്കൻ ബണ്ണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സൺഡേയിലെ ഇന്ന് രാത്രി ഇപ്പം എത്ര മണിയെന്നറിയാം. ഇപ്പോഴേ ചിക്കൻ ബണ്ണും പിസ്സയും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത്. ചിക്കൻ ബണ്ണൊക്കെ ഉണ്ടാക്കി കണ്ടോ. അപ്പൊ ഇന്ന് സൺഡേ കഴിഞ്ഞ് ഇതിന്റെയൊക്കെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇത് ഞാൻ മുറിച്ച് കാണിക്കാം കേട്ടോ. അടിപൊളി ചിക്കൻ ബണ്ണാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചെറിയ ടിക്ടോക്കിൻ്റെ വീഡിയോ എടുക്കലൊക്കെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ നിൽക്കാം. അത് ബണ്ണ് എങ്ങനെ ഉണ്ടായിരുന്നു? ബണ്ണ് സൂപ്പർ ആയിരുന്നു കേട്ടോ. ചിക്കൻ ബണ്ണ് അച്ഛാ അടിപൊളി സോഫ്റ്റ്. കാണിച്ചു കൊടുത്തു. അല്ല, അടിപൊളി ബണ്ണ. എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാമേ കേട്ടോ. നിങ്ങൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലത്തെ ബണ്ണാണ് വീട്ടിൽ അതും കുഴച്ച് വെച്ചാൽ ഒരു 5-10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി. ഫില്ലിങ്സ് വെജിറ്റേറിയൻകാർ വെജിറ്റേറിയൻ ഫില്ല് ചെയ്താൽ മതി, നോൺ വെജുകാർ നോൺ വെജ് ഫില്ല് ചെയ്തോ. അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടം. അപ്പം ഞാനിതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. അപ്പോൾ ഇതേ ഞങ്ങൾ സൺഡേ രാത്രിയിലുള്ള ഡിന്നറൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പം പിന്നെ ഞങ്ങൾ ഡിന്നറെല്ലാം കഴിക്കാനിരുന്നു. എല്ലാവരും നല്ലോണം കഴിച്ചു. ഇനി അത് കഴിഞ്ഞ് ഞാൻ വീടെല്ലാം വൃത്തിയാക്കി രാത്രി എല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിനെ കിടക്കുക. പിന്നെ അടുക്കള എല്ലാം റെഡിയാക്കി എല്ലാ പാത്രങ്ങളും ഒക്കെ ഒതുക്കി വെച്ചു. അതെല്ലാവരും കൂടാണ് ചെയ്യുന്നത്. ഓരോരുത്തർ ഓരോ പണി ചെയ്യും. അങ്ങനെ എല്ലാം ക്ലിയർ ചെയ്ത് കിച്ചണിലെല്ലാം നേരെ ഇട്ടിട്ട്, അല്ലെങ്കിൽ രാവിലെ വരുമ്പം അച്ചു 100 കംപ്ലൈൻറ്റ് പറയും. അതുകൊണ്ട് എല്ലാം റെഡിയാക്കി ഇട്ടിട്ടാണ് കിടക്കാൻ പോകുന്നത്. അപ്പം കോപ്പർ ഗുഡ് നൈറ്റ് പറയാൻ വന്നതാണ്. അതവന് ശീലമാണ്. അവന് ഡെയിലി രാത്രി ഞങ്ങളോട് വന്ന് ഗുഡ് നൈറ്റ് പറയാതെ പോയി കിടക്കത്തില്ല. ഇങ്ങനെ കോപ്പർ വന്ന് ഗുഡ് നൈറ്റും പറഞ്ഞു പോയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.